അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്വാഡ് ഉണ്ടാക്കാൻ പോവാണ്. നിഞ്ചയുടെ തേർഡ് ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. ഫസ്റ്റത്തെ ഐറ്റം നമ്മുടെ നിഞ്ച ബ്ലേഡ്. സെക്കൻഡ് ഐറ്റം ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണേ. ഇപ്പം ഇന്ന് നമ്മുടെ മറ്റേ സ്വാഡ് എടുത്തടാ. ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഗൈസ്, പണി കിട്ടിപ്പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ സ്വാഡ് പറഞ്ഞാൽ ഇതായിരുന്നു. ഓക്കെ, ഇതുപോലത്തെ തന്നെ നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കും. അതിൻ്റെ അത് ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ആകപ്പാടെ ആ ഗ്രീൻ കളർ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഗ്ലൂ വേണം കേട്ടോ ഗൈസ്. ഇവിടെ മറ്റേ ഗ്ലൂ എടുത്തിട്ട് കേട്ടോ, മറ്റേ ഗ്ലൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയറോപ്ലെയിൻ ഉണ്ടാക്കൂലേ, അല്ല ഫസ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് വന്ന് ഇതുപോലെ കാണുന്നുണ്ടോ കറക്റ്റായിട്ട്. കുറച്ച് തേർഡ് സ്റ്റെപ്പ് ഇത് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മൊത്തം എയറോപ്ലെയിൻ മാതിരി അല്ല കേട്ടോ, ഇതുപോലെ ഇങ്ങനെ കാണുന്നില്ലടാ. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇങ്ങനെ ഈ 2 സ്റ്റെപ്സ് അതുപോലെ വേണം. പിന്നെ ഒന്നുകൂടെയും അതുപോലെ തന്നെ വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ ഒന്നുകൂടെയും അതുപോലെ 2 സൈഡ്സും ചെയ്ത് ഇതുപോലെ അയക്കണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒരു സൈഡിട്ട് മാറ്റി വെച്ചത് കേട്ടോ. ഗ്ലൂ ഒക്കെ ആവശ്യമുണ്ട്, എല്ലാവരും എടുത്ത് വെച്ചോട്ടോ ഗ്ലൂ ഉണ്ടാക്കുവാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു A4 എടുത്തിട്ട് അത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യണം. ഒരു A4 എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഇത് പിന്നെ അത് ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെയും ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെയും ഇതുപോലെ. എന്നിട്ട് ഒന്നുകൂടെയും ഇതുപോലെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സാധനം എടുക്കുക, ഇത് തുറക്കുക. ഫസ്റ്റത്തെ ലെയർ മാത്രം തുറന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് എത്ര വേണം നിങ്ങൾക്ക് സൈസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സൈസാണെങ്കിൽ ഇത്രയും ചെറിയ സൈസാണെങ്കിൽ ചെറിയ സൈസ്, വലിയ സൈസാണെങ്കിൽ ഇത്രയും നീട്ടി വെച്ചോളാം. ഓക്കെ, ഞാൻ എന്തായാലും എനിക്ക് ഒരു ഇത്ര മതി. എനിക്ക് അത്ര ഒന്നും വേണ്ടല്ലോ, ഇത്ര മതി ഗൈസ്, ഇത്രയും സൈസ് മതി. അത് കാരണം ഞാൻ ഇത്രയും ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് ഇത് ഇവിടെ ഒട്ടിക്കണം ഗൈസ്. അല്ല സോറി, ഇത് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ടേൺ ചെയ്യണം. ഈ സാധനം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ടേൺ ചെയ്യണം ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇല്ലേ, നമുക്കത് ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഈ ഗ്ലൂ ആട്ടോ ഉപയോഗിക്കുന്നത്, കാരണം മറ്റേത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം മാതിരി ഇരിക്കും. അതിന് ഒരു സൈഡിലേക്ക് ഓക്കെ ഗൈസ്, എനിക്ക് 2 സൈഡും അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ 2 സൈഡ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് സ്റ്റിക്കി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വാഡിന് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് ഊരി പോകും. എൻ്റെ മറ്റേ സ്വാഡ് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്കത് കുറച്ച് അതുകൊണ്ട് നമുക്കിത് ഇവിടെ സ്റ്റിക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇത്രയും വരുന്നുണ്ട് നമ്മുടെ സൈസ് വരണത്. ഇനി ഈ സൈഡ് ഇപ്പോൾ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് നമുക്ക് ഇവിടെ കുറച്ച് ഹാർഡാക്കണം.
പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ഉണ്ടാക്കാം കേട്ടോ ഈ നമ്മുടെ നൈഫിന്. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് വെച്ചാൽ ഇവിടെ ഇതിന് ഇവിടെ കവർ. അത് ഞാൻ വൈറ്റ് മാത്രമേ ഉള്ളൂ ബേസ്. കളർ പേപ്പർ ഉണ്ടോടാ? അതല്ല അതുപോലത്തെ അല്ലടാ. ഇല്ലായിരിക്കും. വേണ്ട വേണ്ട അത് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഞാൻ കവർ ഉണ്ടാക്കുവാണ്. കവർ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. കാണുന്നുണ്ടോടാ ക്യാമറയിൽ? നോക്കിക്കേ. ഇപ്പം എത്ര മിനിറ്റ്സായി? 4 മിനിറ്റ്സ്. അതുകൊണ്ട് നമ്മളിതുപോലെ ഇത് നമ്മുടെ ആദ്യം സെക്കൻഡ് ഇതിൽ വന്നപ്പോൾ സെക്കൻഡ് ഐറ്റം ഉണ്ടാക്കി, അല്ല ഇതിൻ്റെ താഴത്ത് ഇത് ഉണ്ടാക്കിയപ്പോൾ ആ സെയിം ഇത് തന്നെ കേട്ടോ ഇതിൻ്റെ അകത്തും. ഇത് പിന്നെ നമ്മൾ ഇങ്ങോട്ടൊന്ന് മടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്യണത്. സ്റ്റിക്ക് ചെയ്യണേ. ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഗ്ലൂ നന്നായിട്ട് വരുന്നുണ്ട്. അതിന് തന്നെ ഒറ്റ സൈഡാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ടൈം കളയണ്ട. അയ്യോ എൻ്റെ കൈ മൊത്തം ഗ്ലൂ ആയേ. ടിഷ്യൂ അവിടെ നിന്നോട്ടോ. അയ്യോ എടാ സിസർ എടുത്തില്ല. എടുത്തിട്ട് കേട്ടോ. എടാ നമുക്കിവിടെ ഈ സൈഡിൽ ഇതിൻ്റെ ഒരു ഇതിൽ നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആവില്ല. ഇതിൻ്റെ സെയിം ഇതിലായ കാരണം ഞാൻ ഇപ്പോൾ ഇത് വെയിറ്റ് അവിടെ വെച്ചോ. ഞാൻ വലിയ സിസറായിട്ട് എടുത്തേക്കണേ. എടാ ഏതെങ്കിലും ഒരു പെൻ എൻ്റെ അടിയിൽ അതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ പൗച്ചിൽ നിർത്താം. എന്തുള്ള എടുത്താൽ മതി. ഇവിടെ നമുക്ക് അയ്യോ എൻ്റെ പൊന്നടെ കറക്റ്റ് സൈസ് വേണം ഗൈസ്, അല്ലെങ്കിൽ കവർ ശരിയാവില്ല. ഗൈസ് കവർ ഓപ്പൺഡ് ആയിരിക്കും കേട്ടോ. എനിക്കിങ്ങനെ ക്ലോസ് ചെയ്തു ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് എന്നിട്ട് ഓക്കെ ഗൈസ് ആ സൈഡ് നമ്മൾ കട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഗൈസ് കറക്റ്റ് ആവുമോ അതോ പണി തന്നോന്ന്. അതാണ് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഇട്ട് നോക്കണം. പണി തന്നു ഗൈസ്, പണി തന്നു. സൈസിൽ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് വെയിറ്റ് എ സെക്കൻഡ്. എടാ ഗൈസ് ഞാനിപ്പോൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഇതുണ്ടാക്കി നല്ല സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. നമുക്ക് വേണ്ട കവർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. അത് എനിക്കൊരു പ്രശ്നം ഗൈസ്, ഇതില്ലേ ഈ സൈഡ് നല്ല ഫ്ലെക്സിബിൾ അല്ല. കളർ പേപ്പർ ഗൈസ് എൻ്റെ ഈ കളറേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇടം എടുത്തിട്ട്. വേണമെങ്കിൽ കളർ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ കളർ പേപ്പർ ഇല്ലാതെ ചുമ്മാ അത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. കളർ പേപ്പർ ഇല്ലാതെ പണി നടക്കില്ല എന്ന് തോന്നുന്നു. തന്നെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് വളഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക്
ഇത് പിടിക്കാനായിട്ട് ഭയങ്കര ഹാർഡായിരിക്കും ഗൈസ്. അയ്യോ അയ്യോ ഇത് കവർ എടുത്തുന്നില്ലേ? ഇല്ലല്ലേ, കവർ ഒരു മാറ്റിയിട്ട് കണ്ടില്ല. കറക്റ്റായിട്ട് ഞാൻ എന്ത് വെച്ച് ഇവിടെ ഇപ്പോൾ പരത്തും. എന്തായാലും ഗൈസ്, അപ്പം ഞാൻ ഇത് ഒട്ടിച്ചിട്ട് കാണാം, സ്റ്റിക്ക് ചെയ്തിട്ട് കാണാം. ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ആ സമയത്ത് ഓർക്കണം, ഇവിടെ ഇത്ര വരെയുള്ളൂ നമുക്ക് ഇത്. അത് കട്ട് ചെയ്ത് കളയാനുള്ള ഇതില്ല. മാർക്ക് ചെയ്തു. ഇത്രയും വരെയുള്ളൂ നമ്മുടെ. ഇത്രയും എക്സസ് വരുന്നുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. ഓക്കെ ഗൈസ്, ഇതായി നമ്മുടെ ഗണ്ണല്ലല്ലോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെയും ചിലപ്പോൾ പണി തരും. ഇത് എനിക്ക് കുറേ നേരമായിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് പറയട്ടെ.